പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമുക്ക് ചുറ്റും അത്രമേൽ മനോഹരമല്ലാത്ത വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ നമ്മുടെ ശ്രവണ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൗലികാവകാശത്തിന് ദംശനം വരുത്തുന്ന വിഭാഗീയ ചിന്തകളാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന അനുവദിച്ചു തന്ന എല്ലാ അവകാശങ്ങളെയും ലംഘിക്കുന്ന വർത്തമാനങ്ങളാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ചർച്ച ഹിജാബിനെ പറ്റിയാണ്. ചർച്ച ഹിജാബിനെ പറ്റിയാകുമ്പോൾ മാനവിക മൂല്യങ്ങൾ പണയം വെച്ച ഇന്നിന്റെ കാലത്തെ ഓർത്ത് ലജ്ജിക്കുകയല്ലാതെ വഴിയില്ല. മുൻകാലങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇന്നലത്തെ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് വളരെ വിഭിന്നമായ പ്രത്യയശാസ്ത്രങ്ങളാണ് ഇന്നിന്റെ സ്കൂൾ ക്ലാസ്സുകൾക്ക് പറയാനുള്ളത്. പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു പോകുമ്പോൾ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും തോളോട് തോളുരുമി ഒരുമിച്ചിരുന്ന് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ തോളിൽ തലോടി കിടന്നുറങ്ങിയിരുന്ന, ഒഴിവ് സമയങ്ങളിൽ ഒരുമിച്ച് കളിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നൊയമ്പ് കാലമായി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലഞ്ഞിരിക്കുന്ന അവരുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന സാമാന്യ ബോധം മറ്റ് സഹപാഠികൾ കാണിച്ചിരുന്ന ജാഗ്രതയോടുകൂടിയുള്ള ഒരു കാലഘട്ടം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ മണ്ഡലം കാലമായി കഴിഞ്ഞാൽ ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി മാലയിട്ടുകൊണ്ട് വരുന്ന സാഹചര്യത്തിൽ അവരുടെ മുന്നിലിരുന്ന് മാംസഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ മറ്റ് സഹപാഠികൾ കാണിച്ചിരുന്ന ജാഗ്രതയൊന്നും ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. അതെ, ഇന്ന് എവിടെ നോക്കിയാലും വിഭാഗീയ ചിന്തകളാണ്. വിഭാഗീയത പറയുന്നവരെ ഒറ്റപ്പെടുത്തണം, പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഒരുപാട് കഥകൾ ഇന്നലകളിലെ ബെഞ്ചുകൾക്ക് നമ്മോട് പറയാനുണ്ട്. ഇന്നലകളിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്ക് മാനവിക മൂല്യങ്ങൾ നമ്മിലേക്ക് പകർന്നു തന്നതിന്റെ അടയാളങ്ങൾ, അവർ ബാക്കി വെച്ച ആ ഒരു അംശങ്ങൾ അന്തരീക്ഷത്തിൽ ഇന്നും അലയടിച്ചു നിൽക്കുന്നുണ്ട്. വിഭാഗീയത പറയുന്നവരെ നമുക്ക് ഒറ്റപ്പെടുത്താം. മതത്തെ മതമായി കാണാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും മതത്തിന്റെ ആചാരങ്ങളെ എല്ലാവരുടെയും അവകാശങ്ങളായി കാണാനും അതിനെ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം സുഹൃത്തുക്കളെ. വിഭാഗീയത പറഞ്ഞ് നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ലാതെ നമ്മുടെ കൊച്ചു കേരളത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരോട് നമുക്കൊരിക്കലും ഐക്യപ്പെടാൻ കഴിയുകയില്ല. നമ്മുടെ നാട് എല്ലാവരുടേതുമാണ്. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളത് കൂടിയാണ് നമ്മുടെ നാട്. അല്ലാതെ വിഭാഗീയത പറയുന്നവർക്ക് നമുക്കിടയിൽ ഒരിക്കലും നാം സ്ഥാനം കൊടുത്ത ഒരു ചരിത്രം കേരളത്തിന് പറയാനില്ല. നാം എത്രയോ മനുഷ്യരുടെ നിമിഷപ്രിയയുടെ ഈ ഒരു വിഷയം, കഴിഞ്ഞ പോയ നിമിഷപ്രിയയുടെ ഒരു വിഷയം നാം കണ്ടതാണ്. അവിടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ എല്ലാ ആളുകളും ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി. അതുപോലെ അബ്ദുറഹീം എന്ന് പറയുന്ന തടവറയിൽ കഴിയുന്ന സഹോദരന് വേണ്ടി തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ പൈസ പിരിക്കാൻ മുന്നിൽ നിന്നത് ക്രിസ്ത്യാനിയായ ബോച്ചെ എന്ന് പറയുന്ന സഹോദരനാണ്. അതുപോലെ എത്രയോ അന്യമതത്തിൽപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തെ സഹായിക്കാൻ പൈസ കൊടുത്തത്. അവിടെ മതം നോക്കാറില്ല. നാം ഒരു പ്രളയം വന്നാലും കോവിഡ് വന്നാലും നിപ്പ വന്നാലും ഒരുമിച്ച് ഒരേ മനസ്സോടു കൂടി നിൽക്കുന്ന പ്രബുദ്ധമായ മലയാളികൾക്കിടയിൽ ഒരിക്കലും വിഭാഗീയമായ ചിന്താഗതികൾ വിലപ്പോവുകയില്ല. വിഭാഗീയതകൾ ഉണ്ടാക്കുന്നവർ ഒരു കാലത്തും ഒറ്റപ്പെടലല്ലാതെ നേരിന്റെ പക്ഷത്തേക്ക് അവർക്ക് അടുക്കാൻ കഴിയുകയുമില്ല. അപ്പൊ വിഭാഗീയത ചിന്താഗതികളുള്ളവരും വിഷമനസ്സുകളുള്ളവരും അകന്നു നിന്നുകൊണ്ട് കേരളത്തിന്റെ തനതായ പാരമ്പര്യത്തിലേക്ക്, പ്രബുദ്ധമായ കേരളത്തിന്റെ ഇന്നലകളിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും നന്മയുടെ പുലരിക്കായി എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി മാനവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെയൊക്കെ യുവസമൂഹത്തെ വളർത്തിയെടുക്കാൻ നല്ല ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തോട് കാണിക്കുന്ന ഒരു സമൂഹത്തെ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പഠന സംവിധാനങ്ങൾ, നമ്മുടെ പഠന വൈകല്യങ്ങളും അതുപോലെ വിഭാഗീയ വൈകല്യങ്ങളും മതമായി കാണാതിരിക്കാനുള്ള മറ്റു ശക്തികളുടെ അജഞ്ചലമായിട്ടുള്ള അജണ്ടകളും മസ്തിഷ്ക പ്രക്ഷാളനങ്ങളുമെല്ലാം നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ കേരളത്തെ നമ്മുടെ ശ്രവണ സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റമായി, നമ്മുടെ കാഴ്ച സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റമായി ലോകത്തിന്റെ മുന്നിൽ നാം പറഞ്ഞുകൊടുത്ത നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടായി തന്നെ നിലനിർത്താൻ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിടാം.